നാളെ 2025 മാർച്ച് 15-ാം തീയതി ശനിയാഴ്ച ബഹ്റിനിൽ രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യമായിരിക്കും. ബഹ്റിനിലെ മുതിർന്ന ജ്യോതിശാസ്ത്രജ്ഞനായ മുഹമ്മദ് റിദ അൽ അസ്ഫൂറാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. പുലർച്ചെ 5:46 സൂര്യൻ ഉദിച്ച് വൈകിട്ട് 5:46 സൂര്യൻ അസ്തമിക്കുന്ന അപൂർവമായൊരു പ്രതിഭാസമായിരിക്കും നാളെ ഉണ്ടാവുക. മറ്റൊന്ന്, ഈ വർഷം റമദാന്റെ അവസാന 10 ദിവസങ്ങൾ വസന്തകാലത്തായിരിക്കുമെന്നും അടുത്ത വർഷം റമദാൻ മാസം മുഴുവനും ശീതകാലത്തിൽ നമുക്ക് ലഭിക്കുമെന്നും ഒപ്പം തന്നെ ഈ ഒരു രീതി 2030 വരെ തുടരുമെന്നുമുള്ളതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിൽ വെച്ച് നടന്ന ഈ ഒരു സൗഹൃദ കൂടിക്കാഴ്ചയിൽ ഇരുവരും റമദാൻ ആശംസകൾ കൈമാറി. ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലും മേഖലയിലും നടക്കുന്ന നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. UAEയിൽ പ്രൗഢഗംഭീരമായ ഇഫ്താർ വിരുന്നാണ് ബഹ്റിൻ കിരീടാവകാശിക്ക് വേണ്ടി ഒരുക്കിയത്. ബഹ്റിനിൽ ഖർഖാവൂൻ ആഘോഷങ്ങൾക്ക് തുടക്കമായി. റമദാൻ 15-നെ വരവേൽക്കാനായി അതിന് തൊട്ടു മുൻപുള്ള 3 ദിവസങ്ങളിലായി നടക്കുന്ന ഒരു പരമ്പരാഗതമായ ആഘോഷമാണ് ഖർഖാവൂൻ. കുട്ടികളൊക്കെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ചെറിയ സഞ്ചിയുമൊക്കെയായി ചെന്ന് പാരമ്പര്യം മറക്കരുത് എന്നുള്ളൊരു ആശയം പ്രചരിപ്പിക്കുന്ന ഈ ഒരു പരമ്പരാഗത ആചാരത്തിന് പ്രോത്സാഹനം നൽകുന്നത് ബഹ്റിൻ സാംസ്കാരിക അതോറിറ്റി തന്നെയാണ്. ഇങ്ങനെ എത്തുന്ന കുട്ടികൾക്ക് ഓരോ വീടുകളിൽ നിന്നും മധുര പലഹാരങ്ങളോ സമ്മാനങ്ങളോ നാണയത്തൊട്ടുകളോ ഒക്കെ നൽകുകയും ചെയ്യും. വിവിധ അറബ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിൽ ഇതേ ആചാരം നടന്നു വരുന്നു എന്നുള്ളതും വളരെ കൗതുകകരമാണ്. ഭിക്ഷാടനം തടയുന്നതിനായി മുഹറഖ് ഗവർണറേറ്റ് പോലീസിന്റെ പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിച്ചിരിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള പല ആളുകളുടെയും സുമനസ് ചൂഷണം ചെയ്യുന്ന തരത്തിൽ പല ആളുകളും ഈയൊരു ഭിക്ഷാടനം എന്നുള്ളത് മറയാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് പലപ്പോഴും പിടിച്ചുപറി, മോഷണം, മറ്റ് അക്രമവാസനകൾ, കുട്ടികളെ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ പല കാര്യങ്ങളിലേക്ക് നയിക്കുമെന്നും അതിനാൽ ഭിക്ഷാടനം തടയുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും എടുത്തു കഴിഞ്ഞുവെന്നുമാണ് മുഹറഖ് ഗവർണറേറ്റ് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒഫീഷ്യൽസ് അറിയിച്ചിരിക്കുന്നത്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 മാർച്ച് 14-ാം തീയതി വെള്ളിയാഴ്ച.